അമ്മാവനെയാണ് കൃഷ്ണൻ കൊല്ലുന്നത്. നാട്ടിലൊരു കഥയുള്ളത്, മോശപ്പെട്ട ഒരു മരുമോൻ ഉണ്ടായിരുന്നു അത്രേ. അപ്പം മരുമകൻ ഭാഗവതം വായിച്ചു തുടങ്ങി. അമ്മാവനായിട്ട് വലിയ ശണ്ടയായിരുന്നു. ഭാഗവതം വായിച്ച് തുടങ്ങിയപ്പോൾ അമ്മാവന് സന്തോഷമായി. ഭാഗവതം വായിക്കാണല്ലോ, നന്നാവണേന്റെ ലക്ഷണമാണ്. ഭാഗവതം വായിച്ചു കഴിഞ്ഞു. പൂർത്തിയായപ്പോൾ അമ്മാവൻ ചോദിച്ചു, ഭാഗവതം വായിച്ചോ? വായിച്ചു. എന്തു മനസ്സിലായി? അപ്പൊ മരുമോൻ പറഞ്ഞു, വേണമെങ്കിൽ അമ്മാവനെ കൊല്ലാം എന്ന് മനസ്സിലായി. ഇങ്ങനെ ഭാഗവതം വായിച്ചൊരു മരുമോനുണ്ട്. ഏതാണ്ട് അങ്ങനത്തെ വായനയാണ് ഇപ്പൊ നടക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. രാമായണം വായിച്ചിട്ട് എന്ത് മനസ്സിലായി? ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് രാമൻ? ഓർക്കേണ്ട ഒരു വാക്യാണ് കേട്ടോ. ഗാന്ധി പറഞ്ഞു, രാമായണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒറ്റ വാക്യം മനസ്സിൽ ചേർക്കാനുള്ളൂ, അത് അരുത് എന്നാണ്. മാനിഷാദ. ഈ അരുത് മനസ്സിലില്ലെങ്കിൽ ഒരു കാര്യമില്ല. രാമൻ ആരാണ്? ഗാന്ധിജി പറയുന്നുണ്ട് അതൊക്കെ. രാമൻ സീതാപതിയല്ല, ദശരഥപുത്രനല്ല, അയോധ്യയിലെ രാജാവല്ല. എന്റെ രാമൻ എന്റെ മനസ്സിലെ സത്യബോധത്തിന്റെ പേരാണ്. അതായിരുന്നു രാമൻ, അതായിരുന്നു രാമരാജ്യം. അതൊക്കെ എവിടെ പോയി നോർക്കണം. മനസ്സിലെ സത്യബോധം. രാമായണത്തിൽ അങ്ങനെയാ രാമൻ വരുന്നത്. നാരദരോട് ചോദിക്കുന്നല്ലോ, കൊന്നുസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. ഗുണവാനായി, വീര്യവാനായി, സത്യവാക്കായി, ദൃഢവ്രതനായി, ധർമ്മിഷ്ഠനായി ആരൊരുവൻ ലോകത്തിലുണ്ട്? അപ്പോഴാണ് പറയുന്നത്, ദേവന്മാർക്കിടയിൽ അങ്ങനെ ഒരാളില്ല, മനുഷ്യർക്കിടയിൽ ഒരുവൻ, ഇക്ഷാകു വംശത്തിലെ രാമൻ. ഈ രാമന്റെ കഥയാണ് കേട്ടോ രാമായണം. അവിടെ നിന്നാ തുടങ്ങുന്നത് അരുത്. ഇപ്പൊ രാമായണത്തിന്റെ തുടക്കം നോക്കൂ. ക്രൗഞ്ചമിഥുനങ്ങളിലൊന്ന് അമ്പേറ്റ് വീഴുന്നു. ഒരു കിളി അമ്പേറ്റ് വീഴുന്നു. കാട്ടാളനായ രത്നാകരൻ അത് കാണുന്നു. കാട്ടാളൻ കവിയായിത്തീരുന്നു. കാട്ടാളനെ കവിയാക്കിയത് ഈ കരച്ചിലാണ്. അതുകൊണ്ടാണ് ആരാണ് കവി എന്നുള്ള ചോദ്യത്തിന് കാളിദാസന്റെ അവസാനത്തെ ഉത്തരാണ് രുദിതാനുസാരി കവി. കരച്ചിലിന്റെ പുറകെ പോലാണ്. കരച്ചിലിന്റെ പുറകെ, അവസാനിക്കാത്ത സങ്കടങ്ങളുടെ പുറകെയുള്ള നിത്യമായ യാത്രയാണ് കവിത. അതിവിടുന്ന് പുറപ്പെട്ടതാ രുദിതാനുസാരിത്വം. രാമായണത്തിന്റെ ആദ്യ ശ്ലോകത്തെക്കുറിച്ച് ഒരു ശ്ലോകം വേറെയുണ്ട്. യസ്യ ശോകാത് സമുത്പന്നം ശ്ലോകം ബ്രഹ്മാപി പൂജതി. ഏത് ദുഃഖത്തിൽ നിന്നാണോ ഈ ശ്ലോകം ജനിച്ചത്, ആ ദുഃഖത്തെ ബ്രഹ്മാവും പൂജിക്കും. ഏതാ ദുഃഖം? ഒരു കിളി അമ്പേറ്റ് വീഴുന്നു. ഇതെല്ലാം ചേർത്തിട്ടാ ഗാന്ധി പറഞ്ഞത്. ഒറ്റ വാക്കേ ഉള്ളൂ രാമായണത്തിൽ, അത് അരുത് എന്നാണ്. ഓർത്തു നോക്കൂ, അരുത് എന്നുള്ള വാക്യത്തോടെ, ഒരു വിലക്കോടെ ലോകത്തൊരു കാവ്യവും ആരംഭിച്ചിട്ടില്ല. അരുത് എന്നാണ്. അത് ഹിംസയോടാ. അത് ഹിംസയോടാ. ആ ഹിംസയോട് പിന്നെ വാൽമീകി ഉടനീളം സമരസപ്പെടുന്നില്ല. രാമന്റെ കഥയായി തുടങ്ങിയ രാമായണം ഉത്തരരാമായണത്തിലെത്തുമ്പോ വാൽമീകി പറയുന്ന ഒരു കാര്യമുണ്ട്. സീതയുടെ അഗ്നിപ്രവേശത്തിന് വേണ്ടി രാമൻ നിർദ്ദേശിക്കുന്ന സമയത്ത്, അഗ്നിശുദ്ധയായി തെളിയിക്കണമെന്ന് പറയുന്ന സമയത്ത് വാൽമീകി പറയുന്നുണ്ട്, ഇവൾ കളങ്കിതയാണെങ്കിൽ ഞാൻ ഇക്കാലം അത്രയും കൊണ്ട് ആർജിച്ച മുഴുവൻ തപശക്തിയും പാഴായി പോകട്ടെ. രാമന് വേണ്ടി തുടങ്ങിയ കാവ്യാണ്. അവസാനം വാൽമീകി രാമനെ വിട്ടു, സീതയുടെ കൂടെയായി. കാരണം കരച്ചിലാണ്. കരച്ചിലിന്റെ പിന്നാലെയാ, യാതനയ്ക്ക് പുറകിലാണ്, അതിന്റെ കൂടെയാണ് രുദിതാനുസാരി കവി. ഇത്രയൊക്കെ അർത്ഥമുണ്ട് രാമായണത്തിന്. അതായിരുന്നു രാമൻ. ആ രാമൻ എവിടെ എത്തിയെന്ന് വെച്ചാൽ, രാമസ്യ ലോകാരാമസ്യ എന്നാണ്. ലോകാനന്ദകാരിയാണ്, ജഗദാനന്ദകാരക. നമ്മുടെ ത്യാഗരാജൻ ജഗദാനന്ദകാരകൻ. അങ്ങനെയായി മാറേണ്ട രാമനെ എന്താക്കി മാറ്റി? കൂട്ടക്കൊലകളായി, രക്തച്ചൊരിച്ചിലായി, കബന്ധങ്ങളായി, അവസാനിക്കാത്ത യുദ്ധങ്ങളായി. തെരുവ് തോറും രാമന്റെ ചിത്രം വന്നു. ആരുടെ നെഞ്ചിനു നേരെയോ കൊലച്ചു വെച്ച അസ്ത്രവുമായി കാത്തു നിൽക്കുന്ന ഒരു പരാക്രമിയായി. 10 തലയുള്ള രാവണന്റെ 10 തലയും അറുത്ത പോരാളിയാണ് രാമൻ എന്ന് കുഞ്ഞുങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതൊന്നും അല്ല കേട്ടോ രാമൻ. അരുത്. അനിശയ ക്ലാന്താസ്യനാം കാന്തനെ കണ്ടാൾ എന്നാണ് കുമാരനാശാൻ എഴുതിയത്. ചിന്താവിഷ്ടയായ സീതയുടെ അവസാന ശ്ലോകം ഉണ്ടല്ലോ, മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും മഹനീയമായ ശ്ലോകം അത്. വാൽമീകി മടങ്ങി വന്ന് സീതയെ കൂട്ടി രാമന്റെ കൊട്ടാരത്തിലേക്ക് പോവാണ്. ഒരു സംഭവ പരമ്പര മുഴുവൻ ഒറ്റ ശ്ലോകത്തിൽ ആശാൻ ഒതുക്കി. വേണ്ടാ ഖേദമിടോ സഖേ വരികയെന്നോതും മുനീന്ദ്രന്റെ കാൽത്തണ്ടാർ നോക്കി നടന്ന അധോവദനയായി ചെന്ന സഭാവേദിയിൽ മിണ്ടാതന്തികത്തെത്തി ഒന്നനിശയ ക്ലാന്താസ്യനാം കാന്തനെ കണ്ടാൾ പൗരസമക്ഷം അന്നിലയിൽ ഈ ലോകം വെടിഞ്ഞാൾ സതി. ദുഃഖം വേണ്ട, എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ വാൽമീകിയോടൊപ്പം തലകുമ്പിട്ട് നടന്ന് രാമന്റെ കൊട്ടാരത്തിലെത്തി.
അനിശയ ക്ലാന്താസ്യനാം കാന്തനെ കണ്ടാൽ പൗരസമക്ഷം മഹാജനങ്ങളുടെ സഭയിലിരിക്കുന്ന മഹാദുഃഖിതനായ രാമനെ ഒരു നോക്ക് നോക്കി രാമന്റെ കാൽക്കൽ വീണു എന്നല്ല, കണ്ണീര് പൊഴിച്ചു എന്നല്ല, കല്ലോലമാല ചാർത്തി എന്നല്ല, കണ്ടാൽ പൗരസമക്ഷം അന്നിലയിൽ ഈ ലോകം വെടിഞ്ഞാൾ സതി. അഭിമാനത്തിന്റെ വലിയ അടയാളവാക്യാണ് അന്നിലയിൽ ഈ ലോകം വെടിഞ്ഞാൽ. അങ്ങനെ അഭിമാനിയായ ഒരു സ്ത്രീയോടാണ്, ആ സ്ത്രീയുടെ കഥയായിട്ട് ഇത് മാറി. ഈ അഭിമാനിയായ സ്ത്രീ വാസ്തവത്തിൽ ആശാൻ മാത്രം കണ്ടുപിടിച്ചതല്ല കേട്ടോ, അത് വാൽമീകി തുടങ്ങുന്നുണ്ട് അവിടെ. ആ വാൽമീകി വാസ്തവത്തിൽ ഈ അഭിമാനിയായ സ്ത്രീക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. ഇവള് കളങ്കിതയെങ്കിൽ ഇക്കാലം മുഴുവൻ ആർജിച്ച എല്ലാ തപശക്തിയും പാഴായി പോകട്ടെ എന്ന് പറഞ്ഞിട്ട് സീതയുടെ കൂടെ നിൽക്കുന്ന വാൽമീകിയില് ഈ അഭിമാനം തുടങ്ങുന്നുണ്ട്. അഭിമാനിനിയാം സ്വകാന്തയിൽ നീ ക്ഷമിക്കണം എന്ന് ആശാന്റെ സീത പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമായണം ഇതായിരുന്നു. ആ രാമായണത്തെ നമ്മൾ ഒരു കൂട്ടക്കൊലയുടെ കഥയാക്കി മാറ്റി. അങ്ങനെ പരിണമിച്ചു പോയ ഒരു വലിയ വിപര്യത്തിന്റെ കഥ കൂടിയാണ് ഒരർത്ഥത്തിൽ ഇന്ന് നമ്മുടെ മുമ്പിലെ രാമായണം. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഭാഗവതം വായിച്ചിട്ട് അമ്മാവനെയും കൊല്ലാന്ന് മനസ്സിലാക്കിയ മരുമക്കളുടെ പാരമ്പര്യം ഇല്ലാണ്ടാവണില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് തുടരുന്നു നമുക്ക് ചുറ്റും.